നമസ്കാരം. UK വാർത്തകളിലേക്ക് സ്വാഗതം. UKയിൽ ഓരോ 90 സെക്കൻഡിലും ഒരാളെ വീതം കാണാതാകുന്നതായി റിപ്പോർട്ട്. കാണാതാവുന്നവരെ സംബന്ധിച്ച് കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് സസെക്സിലാണ്. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലെ കണക്കുകൾ പ്രകാരം കാണാതായവരെ കണ്ടെത്താനുള്ള കേസുകൾ ഏകദേശം 23 നിരവധി വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ആളുകൾ വരെ സസെക്സ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതികൾ ഉൾപ്പെടുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ വൃദ്ധരായവർ വരെ പട്ടികയിൽ ഉൾപ്പെടുന്നു. ഇവരെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ് അധികൃതർ. കാണാതായ ആളുകളെ കണ്ടെത്തി ബന്ധുക്കളെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്ന UK ചാരിറ്റിയായ മിസ്സിംഗ് പീപ്പിളാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടത്. സസെക്സ് പോലീസും മാധ്യമങ്ങളും പുറത്തുവിട്ട തിരച്ചിൽ നോട്ടീസിനൊടുവിൽ പെൺകുട്ടിയെ മാതാപിതാക്കൾക്ക് അരികിൽ എത്തിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സസെക്സിലെ മൗണ്ട് ഫീൽഡിൽ നിന്നും ഇന്ത്യൻ വംശീയയായ 15 വയസ്സുകാരി പെൺകുട്ടിയും കാണാതായിരുന്നു. ഇത് സംബന്ധിച്ച വിവരം സസെക്സ് പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചെങ്കിലും കഴിഞ്ഞ ദിവസം നീക്കം ചെയ്തു. കാണാതായവരെ കണ്ടെത്താൻ അത് പോലീസ് സ്റ്റേഷനുകൾക്ക് പുറമെ 116000 എന്ന നമ്പറിൽ വിളിച്ചോ 116000@missingpeople.org.uk എന്ന ഇമെയിലിൽ വിവരങ്ങൾ അയച്ചോ സൗജന്യമായും രഹസ്യമായും റിപ്പോർട്ട് ചെയ്യാമെന്ന് മിസ്സിംഗ് പീപ്പിൾ അധികൃതർ അറിയിച്ചു. വാർത്തകൾ കേൾക്കുന്നതിനോടൊപ്പം നിങ്ങൾ ചാനൽ കൂടി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. എയർ ഇന്ത്യയുടെ ലണ്ടൻ വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയെ തുടർന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. ഇന്നലെ രാവിലെ 10:30 കൊച്ചിയിലെത്തി 12:25 തിരിക്കേണ്ട വിമാനമാണ് റദ്ദാക്കിയത്. സാങ്കേതിക കാരണങ്ങളാൽ വിമാനം ലണ്ടനിൽ നിന്ന് എത്തിയില്ല. ഈ വിമാനത്തിൽ ഇവിടെ നിന്ന് 250 യാത്രക്കാരാണ് പോകേണ്ടിയിരുന്നത്. വിദ്യാർത്ഥികളും പ്രായമായവരും ഇതിൽ ഉൾപ്പെടുന്നു. പ്രതിഷേധത്തെ തുടർന്ന് ചില യാത്രക്കാരെ മുംബൈ വഴിയുള്ള വിമാനത്തിൽ ലണ്ടനിലേക്ക് അയച്ചു. ബാക്കിയുള്ളവരെ ഹോട്ടലിലേക്ക് മാറ്റി. ഇവരിൽ ചിലരെ ഇന്ന് പുലർച്ചെ മുംബൈ വഴി കൊണ്ടുപോകും. ബാക്കിയുള്ളവരെ കൊച്ചിയിൽ നിന്ന് ചൊവ്വാഴ്ച പുറപ്പെടുന്ന വിമാനത്തിൽ കൊണ്ടുപോകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ബ്രിട്ടനിലെ തൊഴിലാളികൾക്ക് നഷ്ടമായത് £2 ബില്യൺ അവധിക്കാല വേതനം. സാധാരണ ജീവനക്കാർക്ക് 28 ദിവസത്തെ ശമ്പളത്തോടു കൂടിയുള്ള അവധിക്ക് അവകാശമുണ്ട്. എന്നാൽ പല ജീവനക്കാർക്കും ഇത് നിഷേധിക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 1.1 ദശലക്ഷം ജീവനക്കാർക്ക്, അതായത് 25ൽ ഒരാൾക്ക് ശമ്പളത്തോടു കൂടിയുള്ള അവധി ലഭിക്കുന്നില്ല എന്ന് കണ്ടെത്തി. കുറഞ്ഞ വേതനം ലഭിക്കുന്ന തൊഴിലാളികളായ വെയിറ്റർമാർ, കെയർ വർക്കേഴ്സ്, കാറ്ററിംഗ് അസിസ്റ്റന്റ്മാർ എന്നിവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത്. ബ്രൈറ്റനിൽ നടക്കുന്ന സമ്മേളനത്തിന് മുന്നോടിയാണ് ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വിവരം പുറത്തുവിട്ടത്. ഇതോടെ തൊഴിലാളികൾക്ക് നഷ്ടമായത് £2 ബില്യൺ അവധിക്കാല വേതനമാണ്. ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് 1 ദശലക്ഷം ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയുള്ള അവധി ലഭിക്കുന്നില്ലെന്ന് കണ്ടെത്തി. തൊഴിലാളികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന കമ്പനികൾക്ക് പിഴ ചുമത്താനായി ഒരു സംഘടന സ്ഥാപിക്കണമെന്നും TUC സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർക്കാരും ട്രേഡ് യൂണിയനുകളും തമ്മിലുള്ള ചർച്ച നടക്കാനിരിക്കെയാണ് TUC റിപ്പോർട്ട് പുറത്തുവിട്ടത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ലേബർ അഫിലിയേറ്റഡ് യൂണിയനുകൾ കെയർ സ്റ്റാമറിനുള്ള വിശ്വസ്തത അറിയിച്ചപ്പോഴും തൊഴിലാളികളുടെ അവകാശ അജണ്ടയിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യതയെക്കുറിച്ച് യുണൈറ്റഡ് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കാൻ ബ്രിട്ടൻ രംഗത്ത്. 650 ഹിസ്വദീര മിസൈലുകൾ യുക്രൈന് നൽകുമെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി അറിയിച്ചു. ജർമ്മനിയിലെ റാംസ്ലെയിൽ നടന്ന പ്രതിരോധ ഉച്ചകോടിയിലാണ് പ്രഖ്യാപനം നടത്തിയത്. 162 ദശലക്ഷം അഥവാ 1700 കോടി രൂപയുടെ സൈനിക പാക്കേജാണ് ബ്രിട്ടൻ വാഗ്ദാനം ചെയ്തത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ കൂടുതൽ ആയുധങ്ങൾ നൽകണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വീണ്ടും ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. റഷ്യക്കെതിരായ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. UKയിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഇനി കുപ്രസിദ്ധി നേടിയ എസ്റ്റോൺ ജയിലിൽ കഴിയേണ്ടി വരും. UKയിലെ ജയിൽ പുള്ളികളെ എസ്റ്റോണിയയിലേക്ക് കൊണ്ടുപോകാൻ നീക്കം. അവിടെ വാടകയ്ക്കെടുക്കുന്ന ജയിൽ സെല്ലുകളിലേക്ക് UK കുറ്റവാളികളെ മാറ്റാനാണ് ശ്രമം. സൗത്ത് പോർട്ട് കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന കലാപങ്ങളുടെ പ്രത്യാഘാതം നേരിടുന്നവരാണ് കൂടുതലും ജയിലിൽ. ഇതിന്റെ ഭാഗമായി 40% തടവ് മാത്രം അനുഭവിച്ച തടവുകാരെ പുറത്തുവിടാനുള്ള വിവാദ തീരുമാനം ഉൾപ്പെടെ ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ വെയിൽസിലും 1000-ൽ താഴെ തടവുകാർക്ക് മാത്രമാണ് ഇനി സ്ഥലമുള്ള എന്ന നില വന്നതോടുകൂടിയാണ് കടുത്ത നീക്കങ്ങൾ നടത്താൻ ഗവൺമെന്റ് നിർബന്ധിതരായത്. ഇംഗ്ലണ്ടിലും വെയിൽസിലും 1000-ൽ താഴെ തടവുകാർക്ക് മാത്രമാണ് ഇനി ഇടമുള്ള എന്ന നില വന്നതോടുകൂടിയാണ് കടുത്ത നീക്കങ്ങൾ നടത്താൻ ഗവൺമെന്റ് നിർബന്ധിതമാകുന്നത്. ബ്രിട്ടീഷ് ജയിലുകളെ ആൾത്തിരിക്ക് കൈവിട്ടാൽ നീതിന്യായ വ്യവസ്ഥ തകരാൻ ഇടയുണ്ടെന്ന് പുതിയ ജസ്റ്റിസ് സെക്രട്ടറി ഷബാന മുഹമ്മദ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരക്കേറിയ ജയിലുകളിൽ നിന്നും ആളുകളെ കുറയ്ക്കാനായി പല പദ്ധതികളും ഗവൺമെന്റ് ആലോചിക്കുന്നതായി സ്കൈ റിപ്പോർട്ട് ചെയ്തു. ഒരാഴ്ചയിൽ 48 മണിക്കൂർ ജോലി ചെയ്താൽ മതി. കൂടുതൽ ജോലി ചെയ്യിക്കുന്ന മുതലാളി നഷ്ടപരിഹാരം നൽകേണ്ടി വരും. നിയമം വരുന്നു. ആഴ്ചയിൽ 48 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിക്കരുതെന്ന നിയമം പാസാക്കാൻ ലേബർ സർക്കാർ. നിശ്ചിത സമയത്തിൽ കൂടുതൽ ജോലി ചെയ്യേണ്ട വന്നാൽ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നേടാം. ജോലി ചെയ്യിക്കുന്നതായി തോന്നിയാൽ മേധാവികൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളാം. ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ആഞ്ചലെ റെയ്നറാണ് ഈ മാറ്റങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. കമ്പനിയിൽ നിന്നും ജോലി വിട്ടിറങ്ങിയാൽ പരാതി നൽകാനുള്ള സമയപരിധി 3-ൽ നിന്നും 6 ഉയർത്തും. ജോലിയിൽ ഉള്ളപ്പോൾ തന്നെ പരാതിപ്പെടാനും പുതിയ നിയമം അനുമതി നൽകും. യൂറോപ്യൻ വർക്കിംഗ് ടൈം നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് UKയിൽ ഇത് നിയമപരമായി മാറ്റാൻ മുൻ ലേബർ ഗവൺമെന്റ് ആലോചിച്ചിരുന്നു. നിലവിൽ കൗൺസിലുകൾക്കും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എക്സിക്യൂട്ടീവിനും ഈ നയങ്ങൾ നടപ്പാക്കാം. എന്നാൽ ട്രൈബ്യൂണലുകളിൽ ഇത് വിചാരണയ്ക്ക് എടുക്കുന്നില്ല. ഒക്ടോബറിൽ ജോലിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലേബർ പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ ഇതിൽ മാറ്റം വരുത്താനാണ് നീക്കം. ആഴ്ചയിൽ 4 ദിവസം ജോലി ചെയ്യാൻ അനുമതി ചോദിക്കുന്നത് ഉൾപ്പെടെയുള്ള അവകാശങ്ങളുടെ ഭാഗമാണ്. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.